نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ 25ഓളം പ്രവാചകന്മാരെ കുറിച്ച് അവരുടെ പേരുകൾ സഹിതം അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേ തൊട്ട് മുമ്പായി കടന്നു വന്ന പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ട് മുമ്പാണെങ്കിലും ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അവസാനത്തെ പ്രവാചകൻ കൂടിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ഒരു പക്ഷേ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പലപ്പോഴും പല ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇസ്ലാമിലുള്ള സ്ഥാനവും അദ്ദേഹത്തിന്റെ ഫضലുകളും അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആളുകൾ ഇന്ന് എത്തപ്പെട്ടിട്ടുള്ള അവസ്ഥകളെ കുറിച്ചും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫضലുകളുള്ള ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. വിശുദ്ധ ഖുർആനിൽ തന്നെ ഒരൊറ്റ ആയത്തിൽ 5ഓളം ഫضലുകൾ അദ്ദേഹത്തിന്റെ മാത്രമായിട്ട് അള്ളാഹു എണ്ണിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ 45-ാമത്തെ ആയത്ത്. അതാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുകയാണ്, ഇദ് ഖാലത്തിൽ മലായിക യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹു ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറ വമിനൽ മുഖറബീൻ. ഇദ് ഖാലത്തിൽ മലായിക, മലക്കുകൾ പറഞ്ഞ സന്ദർഭം, മഹദിയായ മറിയം ബീവിയുടെ അടുക്കലേക്ക് മലക്കുകൾ വന്നിട്ട് ആ മലക്കുകൾ അവരോട് സംസാരിക്കുന്ന സംസാരത്തെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, യാ മറിയം, അല്ലയോ മറിയമേ, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻ, അല്ലാഹു അവനിൽ നിന്നുള്ള ഒരു കലിമത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രയോഗമാണ്. അള്ളാഹുവിന്റെ ഒരു കലിമത്തായി അള്ളാഹു മറിയം ബീവിയിലേക്ക് നിക്ഷേപിച്ചതാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈ വാചകം പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, മൂന്നാളുകളുടെ ജനനത്തിനെ കുറിച്ച് വ്യത്യസ്തമായ വീക്ഷണമാണ്. വ്യത്യസ്തമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ജനനം പോലെയല്ല. എല്ലാ ആളുകളും ജനിക്കുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗികമായ ബന്ധത്തിലൂടെയുള്ള പിന്നീടുള്ള ഗർഭധാരണവും അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിന് അങ്ങനെ ഒരു പുരുഷ സാമീപ്യമോ സ്പർശനമോ ഉണ്ടായിട്ടില്ല. അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ മാത്രമല്ല, അതിനു മുമ്പും രണ്ടാളുകളുടെ വിഷയം എങ്ങനെ നടന്നിട്ടുണ്ട്. അതിലൊന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം, വാപ്പയും ഉമ്മയും ഇല്ലാതെയാണ്, ഒരു ആണോ പെണ്ണോ ഇല്ലാതെയാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയിൽ നിന്നാണ് ഹവ്വാ ബീവിയുടെ സൃഷ്ടിപ്പ്. ഈ രണ്ടാളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാവരുടെയും ജനനം ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ, വാപ്പ ഉമ്മ എന്ന ബന്ധങ്ങളിലൂടെയാണ് ജനനങ്ങൾ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ഒരു കലിമത്ത് കൊണ്ട്, ഒരു വാക്കുകൊണ്ടുണ്ടായതാണ്. കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലും ഒരുപാട് ആയത്തുകളിലും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ പല ഭാഗങ്ങളിലും അദ്ദേഹം കലിമത്തും മിനല്ലാഹ് അല്ലെങ്കിൽ കലിമത്തുല്ലാഹ് ഈ തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണെങ്കിൽ, രണ്ടാമത്തത് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ വിളിച്ചത് അൽ മസീഹ് എന്നാണ്. അൽ മസീഹ്, നമ്മുടെ ദീനിന്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അൽ മസീഹ് എന്നുള്ളത് രണ്ടാളുകളെ കുറിച്ച് പറയാറുണ്ട്. ഒന്ന് അൽ മസീഹ് ഈസ ഇബ്നു മറിയം, മറ്റൊന്ന് അൽ മസീഹു ദജ്ജാൽ. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. പക്ഷേ നമുക്ക് ദീനിന്റെ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടുപേരെയും അൽ മസീഹ് എന്നാണ് പറയുന്നത്. എന്താണ് ഈസാ നബി അലൈഹിസ്സലാമക്ക് അൽ മസീഹ് ഈസ എന്ന പേര് കിട്ടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന്റെ അർത്ഥത്തിലാണ് കൊടുത്തത്? ഈ ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 3 വീക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, അൽ മസീഹ് എന്ന് പറഞ്ഞാൽ മായ്ക്കപ്പെടുന്നവൻ, പാപങ്ങളെല്ലാം മായ്ക്കപ്പെടുന്നവനാണ്, ആ ഒരർത്ഥം അതിനുണ്ട് എന്നും. 2, അദ്ദേഹം തടവുക, മസഹ എന്ന് പറഞ്ഞാൽ തടവുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തല തടവി, അതാണ് ഹദീസിലുണ്ടാകുന്നത്. ഇവിടെ അൽ മസീഹ് എന്ന് പറഞ്ഞാൽ തടവുന്നവൻ. ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന പല രോഗികളുടെയും രോഗശമനത്തിനു വേണ്ടി അദ്ദേഹം ഒന്ന് തടവുമ്പോൾ അവർക്ക് രോഗശമനം ലഭിക്കുന്നു. ഇങ്ങനത്തെ ഒരു പ്രവർത്തനം ചെയ്തത് കൊണ്ടാണ് അൽ മസീഹ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവർത്തനം അദ്ദേഹത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മസീഹ് എന്ന പേര് നൽകിയത് എന്ന് വിശദീകരിച്ചവരുണ്ട്. മൂന്നാമത്തെ ഒരു വിശദീകരണമാണ് അൽ മസീഹ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീതനാണ്. ഇത് മൂന്നും ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്നതുമാണ്. എന്നാൽ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം അൽ മസീഹ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റായ ആ ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഒരു കണ്ണ് മാത്രമേ ഉള്ളൂ, മറ്റേ ഭാഗമാകട്ടെ ഒരു കണ്ണില്ലാത്ത ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത് എന്നും വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. ഈ ഒരു വാചകത്തിന്റെ പ്രത്യേകത സ്വാദിഖ് എന്ന നിലക്കാണെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും, അൽ കാദിബ് കള്ളൻ, പെരുങ്കള്ളൻ എന്നാണെങ്കിൽ അത് ദജ്ജാലിനെ കുറിച്ചുമാണ്.
ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആല തന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാമക്ക് അൽ മസീഹ് എന്ന പേരിട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ ഈസ എന്ന പേരിട്ടിട്ടുള്ളത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ പേരാണ്. അതും നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു പേര് ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകനായ ഈസ. ഏതൊരു മനുഷ്യന്റെ പേര് പറയുമ്പോഴും അവന്റെ വാപ്പയിലേക്ക് ചേർത്തിട്ടാ പറയാ. മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്, ഈ രൂപത്തിലാണ് എണ്ണാറുള്ളത്. എന്നാൽ ഒരൊറ്റ വ്യക്തിയുടെ വിഷയത്തിൽ മാത്രമേ ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് ഈസ ഇബ്നു മറിയം, മറിയമിന്റെ മകനായ ഈസ എന്ന അർത്ഥത്തിലാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ട് എണ്ണി പറഞ്ഞു, വജീഹം ഫിദ് ദുനിയാ വൽ ആഖിറ. ഈ ദുനിയാവിലാകട്ടെ അതുപോലെ തന്നെ ആഖിറത്തിലാവട്ടെ ഒരുപാട് മഹത്വമുള്ളവനാണ് അദ്ദേഹം, ഒരുപാട് മഹത്വമുള്ളവനാണ്. അതുമാത്രമല്ല വമിനൽ മുഖറബീൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ സാമീപ്യമുള്ളവനുമാണ്. അപ്പൊ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരൊറ്റ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഫളലുകളായിക്കൊണ്ട് എണ്ണി പറഞ്ഞു. ഇനി അത് മാത്രമാണോ? ഈ ആയത്തിന്റെ തൊട്ടടുത്തുള്ള ആയത്തിൽ അല്ലാഹു വീണ്ടും എണ്ണുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് വയുകല്ലിമുന്നാസ ഫിൽ മഹദ് വകഹ്ലൻ വമിനസ് സാലിഹീൻ. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് അദ്ദേഹം തൊട്ടിലിൽ വെച്ചുകൊണ്ട് സംസാരിക്കും. ഒരിക്കലും ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ, തൊട്ടിലാട്ടുന്ന പ്രായത്തിൽ ഒരിക്കലും ആളുകളോട് സംസാരിക്കൂല. എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കും. നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ മാത്രമേ അങ്ങനത്തെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹദീസുകളിൽ വേറെ പല ആളുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത പേരുകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നേർക്ക് നേരെ എണ്ണി പറഞ്ഞിട്ടുള്ളത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് മാത്രമാണ്. അത് അദ്ദേഹം ആ തൊട്ടിലിൽ വെച്ച് മാത്രമല്ല, അദ്ദേഹം മധ്യവയസ്കനായിരിക്കുന്ന സമയത്തും അദ്ദേഹം സംസാരിക്കും. അഥവാ 30-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. ഇനി നമ്മൾ വിശുദ്ധ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള പ്രത്യേകതകളുണ്ട്. അദ്ദേഹത്തിന് വേദഗ്രന്ഥം നൽകി. ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ഈസാ നബി അലൈഹിസ്സലാമക്കാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വത്തൗറാത വൽ ഇൻജീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻജീൽ എന്ന് മാത്രമല്ല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേദഗ്രന്ഥം പഠിപ്പിച്ചു കൊടുത്തു, തത്വജ്ഞാനം അറിയിച്ചു കൊടുത്തു, തൗറാത്തും ഇൻജീലും നൽകി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമക്കല്ലേ കിട്ടിയിട്ടുള്ളത്, പിന്നെ എന്തുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേര് വന്നു? അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ബനു ഇസ്രായേലരായ ആളുകളാണ്. ആ ബനു ഇസ്രായേലരായ ആളുകൾ തൗറാത്തിനെ സ്വീകരിച്ചവരായിരുന്നു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് പിന്നീട് അങ്ങനെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്താണോ മൂസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ചത് അതിൽ നിന്നെല്ലാം അവർ ബഹുദൂരം വിട്ടുപോയി. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന അതേ ആദർശം പറയാനാണ് ഞാനും വന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അന്നത്തെ ജൂതന്മാരായ ആളുകൾ അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ടായത്. ഏതായിരുന്നാലും ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രത്യേകതകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അറിവുകൾ നൽകി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഒരു റസൂലായി തിരഞ്ഞെടുത്തു. അത് നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിലേക്കുള്ള ഒരു പ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അയച്ചു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ബനു ഇസ്രായേലിലേക്ക് വന്ന അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ കേവലം ഒരു സമൂഹത്തിലേക്കല്ല. അവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, പല പ്രവാചകന്മാരും അവരുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കോ മാത്രമാണെങ്കിൽ നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ ആലമിനും വേണ്ടിയിട്ടുള്ള ആളാണ്, എല്ലാ കാലഘട്ടത്തിലേക്കുള്ള ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പിന്നെ ഒരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാതമുൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെ ആളാണെന്ന് എണ്ണപ്പെടുന്നത്. ഇതൊക്കെ
ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഫളലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫളലുകൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് മുഅ്ജിസത്തുകൾ അദ്ദേഹത്തിനുണ്ട്, അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. മണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കുക, എന്നിട്ട് ആ പക്ഷിയുടെ രൂപത്തിലേക്ക് അദ്ദേഹം ഊതുമ്പോ ആ പക്ഷി അങ്ങ് പറന്നു പോകുക, അതിൽ ജീവൻ വെച്ചുകൊണ്ട് അത് പറന്നു പോകുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളാണ് ഇത്. ആരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതല്ല, വിശുദ്ധ ഖുർആനിന്റെ ആയത്ത. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നീ അഖ്ലുഖു ലക്കും മിനത്തീനി കഹൈഅത്തി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് ബിഇദ്നില്ലാഹ്. ആ വാചകം മനസ്സിലാക്കാതെ ഈസാ നബി അലൈഹിസ്സലാം പറയാണ്, പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. അതിന്റെ കഴിവാണ് എന്നല്ല പറഞ്ഞു, ബിഇദ്നില്ലാഹ്. അതിനെ തുടർന്നുള്ള ഓരോ വാക്കുകളും അങ്ങനെയാണ്. അത് കേവലം ഈ പക്ഷിയെ ജീവിപ്പിക്കുക എന്ന് മാത്രമല്ല, കാഴ്ചയില്ലാത്ത ആളുകൾ, കാഴ്ചയില്ലാത്ത ജന്മനാ കാഴ്ചയില്ലാത്ത ആള് ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് വരും. ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ ആ മനുഷ്യന്റെ കണ്ണൊന്ന് തടവുന്ന സമയത്ത് കാഴ്ച ലഭിക്കുക. ശാരീരികമായി പാണ്ട് രോഗമുള്ള ആളുകൾ, ശരീരമാസകലം പാണ്ട് പിടിച്ചുകൊണ്ട് ആരും കാണുമ്പോൾ ഒരു വൈരൂപ്യമായി കണ്ട ആളുകൾ, അവരുടെ ശരീരം ഒന്ന് തടവുമ്പോഴേക്ക് അവരുടെ അസുഖം മുഴുവൻ ഇല്ലാതാകുക. എന്തിനേറെ മരണപ്പെട്ടു പോയ ആളെ ജീവിപ്പിച്ചു ഈസാ നബി അലൈഹിസ്സലാം. അവിടൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു വാചകമുണ്ട്, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാചകം ആവർത്തിച്ച് പറഞ്ഞതെന്നറിയൂ? ഇതൊന്നും ഈസാ നബി അലൈഹിസ്സലാമിന്റെ കഴിവേ അല്ല. ഈ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രവാചകന് അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോൾ ആ കഴിവ് എപ്പോഴും ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ള ധാരണയാണ് അവർക്കുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഒരു കഴിവ് കൊടുത്തതിനെ കുറിച്ച് പറയുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കരങ്ങൾ മുഖേന അല്ലാഹ് നടത്തുന്ന അത്ഭുതങ്ങൾ, അതാണ് ശരിക്കും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞത്. അള്ളാഹുവാണ് അതിന്റെ പരിപൂർണ അധികാരി, അല്ലാതെ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അത്ഭുതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ പ്രവാചകൻ ഒരു വാക്ക് പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ കൈയൊന്ന് ആംഗ്യം കാണിക്കുമ്പോഴേക്ക് അതെല്ലാം സംഭവിക്കുക ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു മുഅ്ജിസത്താണല്ലോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി എന്ന് പറയുന്ന മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിന്റെ വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സീനാ പർവ്വതത്തിലേക്ക് ചെന്നു. ആ സമയത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, മൂസ എന്താ നിന്റെ കയ്യിലുള്ളത്? മൂസാ നബി പറഞ്ഞു, അത് എന്റെ കയ്യിലുള്ള ഒരു വടിയാണ്. ഇതെന്തിനുള്ളതാ? അതിങ്ങനെ ഇടക്കൊന്ന് കുത്തിപ്പിടിച്ച് നടക്കാൻ, അതേപോലെ തന്നെ എന്റെ ആടുകൾക്ക് അതിന്റെ മരച്ചില്ലകളൊക്കെ കിട്ടാൻ വേണ്ടി അതിങ്ങനെ പിടിച്ചൊന്ന് താഴ്ത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നാ മൂസ ആ വടിയൊന്ന് താഴേക്കിട്. മൂസാ നബി അലൈഹിസ്സലാം വടി താഴെയിട്ടതും അത് വലിയ ഒരു സർപ്പമായി മാറി, വലിയ ഒരു പാമ്പായി മാറി. മൂസാ നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. ഖുർആനിന്റെ വാചക പറയുന്നത്, മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പേടിക്കണ്ട, അത് ഒന്നും കൂടി പിടിച്ചാൽ മതി. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഴിവാണെങ്കിൽ അദ്ദേഹത്തിന് പേടി ഉണ്ടാകുമോ? ഇനി ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പാമ്പായി മാറും, പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി, എനിക്ക് ആ കഴിവുണ്ടല്ലോ എന്നല്ലേ വിചാരിക്കേണ്ടത്. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാം ഭയപ്പെട്ടു. അത് ആ വിഷയത്തിൽ മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ശത്രുക്കളുടെ അടുത്തേക്ക്, മജീഷ്യന്മാരുടെ അടുത്തേക്ക് പോയി അവരുടെ എല്ലാം ആ സിഹിറിന്റേതായ എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴും അദ്ദേഹത്തിന് പേടി തോന്നി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങൾ എന്നെ വിജയിക്കുക, നിങ്ങൾ എന്നെ വിജയിക്കുക. അവിടേക്ക് എല്ലാ ഇടപെടലും അള്ളാഹുവാണ് നടത്തുന്നത്.
അതല്ലാതെ മൂസാ നബി അലൈഹി സ്വലാം ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ആ ഒരു വടിയെ ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റാനും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്തിനേറെ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഒട്ടേറെ മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. മുഅ്ജിസത്തുണ്ട്, ഇസ്ലാമിലുണ്ട്. മുഅ്ജിസത്തിന്റെ അധികാരി പൂർണ്ണമായും അല്ലാഹുവാണ്. കറാമത്തുണ്ട് ഇസ്ലാമിൽ. പക്ഷേ ആ കറാമത്തിന്റെ കഥകൾ പറഞ്ഞുകൊണ്ട്, കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിലേക്ക് നയിക്കാനും അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകാനും അല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ഒരാൾ ദീനിയായി കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ കരങ്ങളിലൂടെ ചില അത്ഭുതങ്ങൾ കാണിച്ചെന്ന് വരാം. പക്ഷേ അപ്പോഴും അത് അയാളുടെ കഴിവല്ല, അയാളോടല്ല ചോദിക്കേണ്ടത്. മറിച്ച് ഈ കറാമത്തും മുഅ്ജിസത്തും എല്ലാം അല്ലാഹുവിൽ പൂർണ്ണമാണ്. അതാണ് വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു എന്ന ഹദീസുണ്ട്. നമ്മൾ ഒരു തവണ ഈ മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുമ്പോഴെല്ലാം ആ വിരലുകളിൽ നിന്ന് വെള്ളം വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയോ? ഇല്ല. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് ഇടപെടാൻ കഴിയൂല. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല ആളുകളും ഈ വിഷയങ്ങളൊന്നും അറിയാതെ, പല ആളുകൾക്കും പല സിദ്ധികളും കൊടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് തന്റെ വിശ്വാസവും തന്റെ സമ്പത്തും നശിപ്പിച്ച ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെ, കഴിഞ്ഞ ആഴ്ചയിൽ പോലും നമ്മൾ കേട്ടു, കാസർഗോഡ് ജില്ലയിൽ ജിന്നുമ്മയായി വന്ന ആളുകളെ കുറിച്ച് എന്തെല്ലാം വലിയ തട്ടിപ്പുകളെ നടത്തിയെന്നത്. 500-ലധികം പവനുമായി കൊണ്ട് ഒരു മനുഷ്യനെ പറ്റിക്കുക. ഞാൻ അതിന്റെ മുഴുവൻ വിഷയങ്ങളും വിശദീകരിക്കാനല്ല. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത് ഇവരൊക്കെ വിചാരിച്ച പലതും ചെയ്യാൻ കഴിയും, ഇവരൊക്കെ അള്ളാന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള ആളുകളാണ്, ഇവരൊക്കെ സിദ്ധന്മാരാണ്. ഈ രൂപത്തിലാ വ്യാഖ്യാനിക്കാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അങ്ങനത്തെ ഒന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്രയും വിശദീകരിച്ചത് ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫദ്ലിനെ കുറിച്ചാണെങ്കിൽ, ഈ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ ഇന്ന് ലോകത്തുള്ള പ്രബലമായ 3 മതങ്ങൾ, ഒന്ന് ജൂതന്മാരും, മറ്റൊന്ന് ക്രൈസ്തവരും, മറ്റൊന്ന് ഇസ്ലാം. ഈ 3 മതത്തിനും 3 വിശദീകരണങ്ങളാണ്. 3 മതവും 3 തരത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാമിനെ വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഭാഗമായ ജൂതന്മാർ, അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ വ്യഭിചാരപുത്രനായിക്കൊണ്ടും ഈസാ നബി അലൈഹി സ്വലാമിനെ ഞങ്ങൾ കൊലപ്പെടുത്തി എന്നുമാണ് വാദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു സാധാരണ മനുഷ്യന്റെ വിഷയത്തിൽ പോലും അയാൾ വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ്, അല്ലെങ്കിൽ അയാൾ ഒരു വ്യഭിചാരപുത്രനാണെന്ന് പറയുന്നത് എത്രത്തോളം വലിയ ആരോപണമാണ്. എന്നാൽ അള്ളാഹുവിന്റെ മുഖറബായിട്ടുള്ള, അള്ളാഹു അങ്ങനെ എണ്ണിയിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാര്യത്തിലാണ് പറയണത് അദ്ദേഹം വ്യഭിചാരപുത്രനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ കൃത്യമായി കൊണ്ട് എതിർക്കുന്നുണ്ട്. കാരണം മറിയം ബീവിയുടെ വാചകം തന്നെയാണ്. മറിയം ബീവിയോട് നിങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവര് പറയുന്ന ഒരു വാചകമുണ്ട്, ഖാലതു റബ്ബി അന്നാ യകൂനു ലീ വലദ് വലം യംസസ്നീ ബശർ. മറിയം ബീവി പറയാണ്, റബ്ബേ എനിക്കെങ്ങനെ കുഞ്ഞു ജനിക്കും? എന്നെ ഇന്ന് വരെ ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല, ആ ഒരു രൂപത്തിലുള്ള ഒരു സ്പർശനം ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനത്തെ ഒരു മോശം പെണ്ണുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുഞ്ഞു ജനിക്കുക? അവരുടെ ഒരു വാക്കുണ്ട്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറുപടി എന്താണ്? ഖാല കദാലിക അല്ലാഹു യഖ്ലുഖു മാ യശാ. അപ്രകാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിർവഹിക്കും. ഇദാ ഖലാ അംറൻ ഫയഖൂലു ലഹു കുൻ ഫയകുൻ. ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു പറഞ്ഞാൽ അത് ഉണ്ടാകുകയും ചെയ്യും. അല്ലാഹുവാണ് ഇതിന്റെ പൂർണ്ണമായി കൊണ്ട് മറിയം ബീവിയുടെ വിഷയത്തിൽ ഇടപെടുന്നത്. എന്നാൽ ആ മറിയം ബീവിയെ വളരെ മോശമായി ചിത്രീകരിച്ചു അന്നും ഇന്നും ജൂതന്മാർ. ഖേദകരമെന്ന് പറയട്ടെ, ഇന്നും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും ഇപ്പോഴും ഇസ്രായേലിന്റെ പിന്നാലെ നടക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളെ കാണുമ്പോൾ അത്ഭുതം തോന്നും. അവർ ഒരിക്കലും ഈ ഒരു ക്രിസ്ത്യാനിറ്റി അവർ അംഗീകരിക്കുന്നില്ല. ക്രിസ്ത്യാനികളുടെ ഒരു വാദം പോലും ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. എന്നിട്ടും ജൂതൻ എന്ത് ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം ജൂതൻ മുസ്ലിമിന്റെ ശത്രുവാണ്, മുസ്ലിമിന്റെ ശത്രു ഞങ്ങളുടെയും ശത്രുവല്ല, മറിച്ച് മുസ്ലിം ഞങ്ങളുടെ ശത്രുവാണെന്ന നിലക്ക് കാണുന്നത്.
ആ ഒരു നിലക്ക് വ്യാഖ്യാനിക്കും ചെയ്യാം. ഇസ്ലാമിനെ മാത്രമേ അവർക്ക് വിമർശിക്കാൻ കഴിയുള്ളൂ, ഇസ്ലാമിനെ മാത്രമായിട്ട് അവർ എതിർക്കുക ചെയ്യാറുള്ളൂ. അത് നമ്മുടെ കേരളക്കരയിൽ പോലും പച്ച മലയാളത്തിൽ പോലും വർഗീയത എഴുതുന്ന ആളുകൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിരുന്നെങ്കിൽ അത്രേ നമുക്ക് അവരുടെ വിഷയത്തിൽ പറയാൻ കഴിയും. രണ്ടാമത്തെ വിഭാഗം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങേറ്റം ഒരിക്കലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചില വാക്കുകളുമായി കൊണ്ട് ഏറ്റവും അള്ളാന്റെ സ്ഥാനത്തേക്ക് കയറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതാണ് ക്രൈസ്തവരായ ആളുകൾ. അവർ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്നും അദ്ദേഹം ഒരിക്കലും കൊല ചെയ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തെ അങ്ങനെ ഉയർത്തുകയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ഉണ്ടായത്, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ ഈ വാചകം ബോധപൂർവമാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നു അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന്, വേറെ ചില ആളുകൾ പറയുന്നു ഇല്ല അദ്ദേഹം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല. ഈ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ വാദിക്കുന്ന വാദം ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണ്. എന്താണ് ഇസ്ലാം അതിന് കൊടുക്കുന്ന മറുപടി? അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം. എന്നാൽ ഇസ്ലാമിന്റെ മറുപടി എന്താണ്? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഖുർആനിന്റെ ഒരു ആയത്തുണ്ട്, ലം യലിദ് വലം യൂലദ്. ലം യലിദ് വലം യൂലദ്. അല്ലാഹു ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും മകനല്ല, ആരുടെയും പിതാവുമല്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മറുപടി. അല്ലാഹു ഒരാളുടെയും മകനല്ല, അല്ലാഹു ഒരാളുടെയും വാപ്പയുമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തേക്ക് പ്രസവിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവര് കുടുംബമായി ജീവിച്ചിട്ടുണ്ട്, അവർക്ക് ഭക്ഷണം ലഭിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്, ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ട്, എല്ലാം അവരും അംഗീകരിക്കുന്നു. എങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിന് മുമ്പേ ഈ ലോകം ആരുണ്ടാക്കി? അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അൽ അവ്വൽ വൽ ആഖിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമനാണ്, അല്ലാഹ്ക്ക് മുമ്പ് ഒന്നുമില്ല. വൽ ആഖിർ, അല്ലാഹു അവസാനത്തവനുമാണ്, അല്ലാഹ്ക്ക് ശേഷം എന്ന് പറയാനും ആരുമില്ല. ഇതാണ് ഇസ്ലാമിന്റെ സങ്കല്പം. ഇസ്ലാം പഠിപ്പിക്കുന്നത് അല്ലാഹ് അങ്ങനെയാണ്. എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മകൻ എന്ന നിലക്കാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ എണ്ണുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒന്നുകൂടി എതിർത്തു. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ് സുബ്ഹാനഹു ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. അവര് പറയുന്ന വാചകത്തെ കുറിച്ച് പറയാണ്, ഒരു സന്താനത്തെ അല്ലാഹു സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുന്നതല്ല. സുബ്ഹാനഹു, അല്ലാഹു എത്ര പരിശുദ്ധൻ. നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ സുബ്ഹാന എന്ന പ്രയോഗങ്ങളൊക്കെ അത്ഭുതത്തിനെ സൂചിപ്പിക്കുന്നതോടൊപ്പം അല്ലാഹുവിൽ ശിർക്ക് വെക്കുകയോ അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ നിഷേധിക്കുകയോ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു പ്രയോഗം വരും. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അല്ലാഹു എത്ര പരിശുദ്ധനായിരിക്കും. അല്ലാഹുവിന്റെ സുബ്ഹാന സുബ്ഹാന ആ ഒരു പ്രയോഗം മനസ്സിലാക്കുക. സുബ്ഹാനഹു എന്ന് പറഞ്ഞു അവർ അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയാ, അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ കൃത്യമായി എതിർക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും തന്റെ മകനായി സ്വീകരിച്ചിട്ടില്ല. അത് ഇന്ന് ക്രൈസ്തവരായ ആളുകൾ അവരുടെ വേദങ്ങളിൽ പോലും കാണാൻ കഴിയില്ല. ദൈവത്തിന്റെ മകൻ എന്ന നിലയ്ക്ക് എണ്ണുകയാണെങ്കിൽ അത് ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ബൈബിളിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും എണ്ണിട്ടുണ്ട്, അയ്യൂബ് നബിയെ കുറിച്ചും എണ്ണിയിട്ടുണ്ട്. എന്നാൽ അവരൊക്കെ ദൈവത്തിന്റെ മക്കളാണോ? ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ആ രൂപത്തിൽ എണ്ണപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ചില ആളുകളൊക്കെ ആ രൂപത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലല്ല വിശ്വസിക്കേണ്ടത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തത്, ആദ്യത്തെ രണ്ട് വിഭാഗം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് വെച്ചു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും മോശമായ വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും ഒരു ഉസ്ത, ഒരു മധ്യമ നിലപാടാണ് ഇസ്ലാമിന്. ഇസ്ലാം പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും അവന്റെ ഒരു പ്രവാചകനുമാണ്. എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് അങ്ങനെയായതുകൊണ്ടാണ്. അദ്ദേഹം ആ ഒരു സമയം മറിയം ബീവിയുടെ അടുക്കൽ മറിയം ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ കുഞ്ഞിനെ പ്രസവിച്ചു വന്ന സമയത്ത് ജൂതന്മാരും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവരെ വിമർശിച്ചു. മറിയമേ, എന്തേ നീ ഇങ്ങനെ ആയി പോയത്? നിന്റെ വാപ്പയും ഉമ്മയും ഇങ്ങനത്തെ മോശക്കാരിയൊന്നല്ലല്ലോ, പിന്നെ എന്തേ നീ കുടുംബത്തെ പറയിപ്പിക്കാൻ, ഈ നാടിനെ പറയിപ്പിക്കാൻ നീ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മറിയം ബീവി ഒന്നും മിണ്ടിയില്ല. മറിയം ബീവി വിരൽ ചൂണ്ടുക മാത്രമാണ് ചെയ്തത്. ഈസാ നബി അലൈഹിസ്സലാം കിടക്കുന്ന ഒരു കുഞ്ഞായി കിടക്കുന്ന ഈസാ നബിയുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി നിങ്ങൾ ആ കുട്ടിയോട് ചോദിക്കൂ എന്നുള്ളത്.
ആ സമയത്ത് അവരും ചോദിച്ചു, മറിയം എന്താ നീ പറയുന്നത്? ഈ കുട്ടി സംസാരിക്കേ, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കും? പക്ഷേ ആ സമയത്താണ് ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ സംസാരം? ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ്യ. കൃത്യമായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം പറയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഒന്നാമത്തെ വാക്കത്, അല്ലാഹുവിന്റെ അടിമയാണ്. ഈ അടിമയാണെന്ന് പറയുമ്പോൾ അതൊരു മോശം പ്രയോഗമല്ല. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇന്നി അബ്ദുല്ലാഹി വറസൂലു എന്ന് പറയും. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അതേ പ്രയോഗം തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വആതാനിൽ കിതാബ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നൽകുന്നുണ്ട്. വജഅലനി നബിയ്യ, എന്നെ ഒരു നബിയാക്കി അല്ലാഹു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാചകം പ്രിയപ്പെട്ടവരെ ഈസാ നബി അലൈഹി സ്വലാമ പറയുന്നത്. ഈസാ നബി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാന്റെ മകനാണെന്ന്. ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല. ഇവിടെ സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു വാദം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ കണിശമായി എതിർക്കേണ്ടത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല ആഘോഷങ്ങളും നടക്കുമ്പോൾ അതിനെ സന്തോഷ പ്രകടനത്തിന് വേണ്ടി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം വിചാരിക്കേണ്ട ഒരു കാര്യം, അവന്റെ വിശ്വാസത്തിൽ ഇത് ശരിയാണോ അല്ലേ? വിശ്വാസമൊന്നും ഇല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണെങ്കിൽ അത് കപടതയാണ്. അത് കപടതയാണ്. കാരണം അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ആ വിശ്വാസത്തിന് ഹാപ്പി പറയുമ്പോൾ, ആ വിശ്വാസത്തിന് അനുകൂലിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നത് അവരുടെ വിശ്വാസത്തെ അനുകൂലിക്കാതെ നമ്മൾ കാപട്യം നിർവഹിക്കുന്നു. ഏതെങ്കിലും ഒന്നവിടെ നടക്കുന്നുണ്ട്. ഒന്നുകിൽ ആ വിശ്വാസം അയാൾക്കുണ്ട്, അതല്ലെങ്കിൽ ആ വിശ്വാസം ഒഴിവാക്കിക്കൊണ്ട് അയാൾ കപടനാകുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹ്ക്ക് മകനുണ്ടോ? ആ വിശ്വാസം മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട്? മുസ്ലിമായ ആർക്കെങ്കിലും ഉണ്ട്? ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം കൊണ്ടു നടക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയൂല. അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമും അല്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് ലം യലിദ് വലം യൂലദ്. എന്നാൽ പിന്നെ ഈസാ നബി അലൈഹി സ്വലാം എവിടെയാണ്? അതും ഇന്ന് സമൂഹത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പറയുന്നു ഈസാ നബി അലൈഹി സ്വലാം ഒക്കെ വഫാത്തായിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടു പോയി. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടിട്ടില്ല. ഇതെന്റെ വാചകല്ല, ഖുർആനിന്റെ ആയത്താ. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാ. 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 156 മുതൽ 158 വരെയുള്ള ആയത്തുകൾ. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലല്ലാഹ്. അവര് പറയുന്നു, അഥവാ ജൂതന്മാര് പറയുകയാണ്, ഈസാ നബിയെ ഞങ്ങൾ ഇതാ കൊന്നിരിക്കുന്നു, ഈസാ നബി അലൈഹി സ്വലാമിനെ ഞങ്ങൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അല്ലാഹു പറയുകയാണ്, വമാ ഖതലൂഹു വമാ സലബൂഹു. അവർ അദ്ദേഹത്തെ കൊന്നിട്ടുമില്ല, അദ്ദേഹത്തെ ക്രൂശിച്ചിട്ടുമില്ല, അദ്ദേഹത്തെ കുരിശിൽ തറച്ചിട്ടില്ല. എന്നിട്ടോ വലാകിൻ ശുബ്ബിഹ ലഹും, അവർക്ക് അങ്ങനെ തോന്നിയതാണ്, അവർക്ക് സാദൃശ്യപ്പെട്ടതാണ്. ഒരാളെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അദ്ദേഹത്തെ അല്ല, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തിക്കണം. ആ വിഷയത്തിൽ അവർക്ക് സംശയത്തിലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു ആയത്തിന്റെ അവസാനത്തിൽ, അതിന്റെ തൊട്ടുള്ള ആയത്തിൽ പറയാണ്, ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. അതിനെ ചില ആളുകൾ പറയും, ഉയർത്തി എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ ഉയർത്തിയെന്നാണ്. എന്നാൽ എല്ലാ ആളുകളുടെയും ആത്മാവിനെ ഉയർത്തപ്പെടുന്നില്ലേ? എന്തേ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ വിഷയത്തിലും ആ പ്രയോഗം പറയാതെ ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി എന്ന് പറയുന്നു? അത് അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. ഇനി ഇത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എടുത്തു പറഞ്ഞു, അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ അന്ത്യനാളിന്റെ 10 അടയാളങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ ഒന്നാണ് ദജ്ജാൽ വരിക എന്നുള്ളത്. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ ദജ്ജാൽ എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുക? ദജ്ജാൽ കൊല ചെയ്യപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാം മുഖേനയാണ്. ഈസാ നബി അലൈഹി സ്വലാമാണ് ദജ്ജാലിനെ കൊല്ലുക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു. ദജ്ജാൽ ഈ ലോകത്ത് ഫിത്നകളുമായി കടന്നു വരുന്ന സമയത്ത് ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയം ഫയൻസിലു ഇൻദൽ മനാറത്തുൽ ബൈളാഇ ശർഖിയ്യ ദിമഷ്ക്, ഡമസ്കസിലെ മനാറത്തുൽ ബൈളാ എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ഒരു പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാം വരും.
2 മലക്കുകളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതൊക്കെ പിന്നെ തള്ളേണ്ടി വരും. എല്ലാം തള്ളുന്നൊരവസ്ഥയാണല്ലോ എന്നുള്ളത്. ഏത് ഹദീസ് പറഞ്ഞാലും ആ ഹദീസിന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ആയത്താണെങ്കിലും എനിക്ക് യോജിക്കുന്നില്ല. അവർക്ക് പറയാൻ പറ്റിയ യുക്തിവാദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവരാണ് വിശ്വാസം. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത് ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ആ ഈസാ നബി അലൈഹിസ്സലാം ഏതൊരു റബ്ബിന്റെ നിയമപ്രകാരമാണോ ഈ ലോകത്തേക്ക് വന്നത്, ഏതൊരു റബ്ബാണോ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുപോയത്, ഏതൊരു റബ്ബിന്റെ നിയമപ്രകാരമാണോ ഇനിയും തിരിച്ചു വരാനുള്ളത്, ആ റബ്ബിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചരിത്രങ്ങളും ദീനിയായ വൃത്താന്തങ്ങളുമാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ഈസാ നബി അലൈഹി സ്വലാമിനെ അംഗീകരിക്കുന്നത് സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. ആ പ്രാർത്ഥന ഒരാൾ ചൊല്ലുകയാണെങ്കിൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അയാൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു. ആ പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കഴിഞ്ഞാൽ പിന്നെ എണ്ണപ്പെടുന്നത് ഈസാ നബി അലൈഹി സ്വലാമിന്റെയും മറിയം ബീവിയുടെയും പേരാണ്. മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പറയും. എന്നിട്ട് അതിന് ശേഷം പറയാണ്, വ അന്ന ഈസ അബ്ദുല്ലാഹ് വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ വറൂഹു മിൻഹു. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിന്റെ അടിമയായ മറിയം ബീവിയുടെ മകനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലിമത്ത് അനുസരിച്ചുകൊണ്ട് അവരിലേക്ക് റൂഹൂതപ്പെട്ടതാണ് എന്നും ഒരാൾ വിശ്വസിക്കുക. അത് പറയുക മാത്രമല്ല, വ അന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാർ ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. ഇത്രയും ഒരാൾ പറഞ്ഞാൽ അദ്ഖലഹുല്ലാഹ്, അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും. മിൻ അയ്യ അബ്വാബിൽ ജന്നത്തി ഥമാനിയത ശാ, അവൻ ഉദ്ദേശിക്കുന്ന വാതിൽ, സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ അവൻ ഏത് വാതിലൂടെയാണോ കയറേണ്ടത് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കയറ്റും. എന്തേ ചെയ്യേണ്ടതുള്ളൂ? നമുക്കൊക്കെ പരിചയമുള്ള, നമ്മൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലേക്ക് ഒരു വരി കൂടി ചേർത്താൽ മതി. വ അന്ന ഈസ അബ്ദുല്ലാഹ് വബ്നു അമതിഹി എന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ഒരു വാക്ക് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും നമുക്ക് വേണ്ടി തുറക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് പരലോകമാണ്. പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിക്റുകളും ദുആകളും കൂടുതലായി നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ പ്രയാസത്തിലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അതേപോലെ തന്നെ വേറൊരു കുടുംബം, അതിൽ ഒരു സഹോദരനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ശാരീരികമായി കണ്ണിന് അസുഖം പിടിപെട്ടിട്ടുള്ള ഒരു സഹോദരി. അള്ളാഹു ഇവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാവട്ടെ. പരിപൂർണമായ ശമനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും സമാധാനമുള്ള ജീവിതം അവർക്കും നമുക്കും അള്ളാഹു നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.